നമസ്കാരം. പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിലിറക്കുന്ന കാര്യം എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതൊരു ഭയങ്കര തീരുമാനമാണല്ലേ? ഒരുപാട് കാശും സമയവും ഒക്കെ വേണം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വലിയ റിസ്ക് എങ്ങനെ കുറച്ച് സ്മാർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. അതായത് കറക്റ്റായ ഒരു ടെസ്റ്റ് മാർക്കറ്റ് കണ്ടുപിടിച്ച് എങ്ങനെ വലിയൊരു വിജയത്തിലേക്ക് എത്താമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോ ഇതാണ് മില്യൺ ഡോളർ ചോദ്യം. എന്തുകൊണ്ടാണ് ഇത്രയധികം പുതിയ പ്രോഡക്ട്സ് പൊട്ടിപ്പോകുന്നത്? അല്ലേ? നമ്മൾ കാണാറുണ്ട്, വലിയ പ്രതീക്ഷയോടെയൊക്കെ വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും കാണില്ല. ഇതിന് പിന്നിലൊരു കാരണമുണ്ട്. പലപ്പോഴും നമ്മൾ ആരും അത്രയധികം ശ്രദ്ധിക്കാത്തൊരു കാരണം. അതെ, ആ കാരണം ഇതാണ്. പല കമ്പനികളും ചെയ്യുന്നൊരു വലിയ അബദ്ധം. അവരവരുടെ പ്രോഡക്റ്റ് ഒറ്റയടിക്ക് ലോകം മുഴുവൻ ലോഞ്ച് ചെയ്യും. ഇതിനൊരു പേരുണ്ട്: ബിഗ് ബാങ് ലോഞ്ച്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചൂതാട്ടം പോലെയാണ്. ക്ലിക്കായാൽ ഭാഗ്യം, പക്ഷേ പൊട്ടിപ്പോയാലോ നഷ്ടം. അത് സങ്കൽപ്പിക്കാൻ പറ്റുന്നതിലും വലുതായിരിക്കും. ഇവിടെ നോക്കൂ, ഈ ബിഗ് ബാങ് ലോഞ്ചും പൈലറ്റ് മാർക്കറ്റ് ലോഞ്ചും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഒന്ന്, അതായത് ബിഗ് ബാങ് ഭയങ്കര റിസ്ക്കാണ്, ചെലവും കൂടും. പോരാത്തതിന് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കിട്ടാൻ ഒരുപാട് വൈകും. പക്ഷെ പൈലറ്റ് മാർക്കറ്റ് ലോഞ്ച് അങ്ങനെയല്ല. നമ്മളൊരു ചെറിയ സ്ഥലത്ത് മാത്രം പ്രോഡക്റ്റ് ഇറക്കുന്നു. അപ്പോൾ റിസ്ക്കും കുറയും, കാശും ലാഭിക്കാം. ഏറ്റവും പ്രധാനം, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പെട്ടെന്നറിയാൻ പറ്റും. ഇതിലേതാണ് കൂടുതൽ സ്മാർട്ടായിട്ടുള്ള നീക്കം? ഈ പൈലറ്റ് മാർക്കറ്റ് എന്ന ഐഡിയ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു വഴിയുണ്ട്. ഒരു സിനിമയുടെ കാര്യം ആലോചിച്ചു നോക്കൂ. തിയേറ്ററിൽ വരുന്നതിന് മുൻപ് അവരൊരു ടെസ്റ്റ് സ്ക്രീനിംഗ് വെക്കില്ലേ? കുറച്ചുപേരെ മാത്രം കാണിച്ച് അഭിപ്രായം ചോദിക്കും. ആ ഫീഡ്ബാക്ക് വെച്ച് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തും. അതുതന്നെ അതേ ടെക്നിക്കാണ് നമ്മളും ഇവിടെ നമ്മുടെ പ്രോഡക്റ്റിന്റെ കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമ്മുടെ ഈ ടെസ്റ്റിന് പറ്റിയ ആ പ്രൂവിംഗ് ഗ്രൗണ്ട് അഥവാ പരീക്ഷണ ഭൂമി എങ്ങനെ കണ്ടുപിടിക്കും? എവിടെയാണ് നമ്മുടെ കുടി നാട്ടേണ്ടത്? ഇത് ചുമ്മാ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് പോലെയല്ല, വളരെ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഈ ഒരു ചോദ്യം ഇത് മനസ്സിലെപ്പോഴും വേണം. വലുതായി വികസിപ്പിക്കുന്നതിന് മുൻപ് ടെസ്റ്റ് ചെയ്യാനും ഉറപ്പുവരുത്താനും പറ്റിയ സ്ഥലമാണോ ഇത് എന്ന്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലൊക്കേഷൻ നമ്മുടെ ഐഡിയ ടെസ്റ്റ് ചെയ്യാനും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താനും അവസാനം നമ്മുടെ വിജയസാധ്യത ഉറപ്പിക്കാനും സഹായിക്കുന്ന ഒന്നായിരിക്കണം. അതാണ് പോയിന്റ്. അപ്പോ ഒരു സ്ഥലത്തിന് ഈ യോഗ്യത ഉണ്ടോ എന്നറിയാൻ നമ്മൾ 4 കാര്യങ്ങൾ നോക്കണം. സ്റ്റെപ്പ് 1: ഡെമോഗ്രാഫിക്സ്. അതായത് അവിടുത്തെ ആളുകൾ നമ്മുടെ പ്രൊഡക്റ്റിന് പറ്റിയവരാണോ? നമ്മൾ ചെറുപ്പക്കാരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്? എങ്കിൽ കൂടുതൽ കോളേജ് സ്റ്റുഡൻസ് ഉള്ള ഒരു സിറ്റി നോക്കാം. സ്റ്റെപ്പ് 2: ഡിമാൻഡ്. നമ്മുടെ പ്രൊഡക്റ്റിന് അവിടെ ആവശ്യക്കാരുണ്ടോ? അതുപോലുള്ള സാധനങ്ങൾ ആളുകൾ ഓൺലൈന് സെർച്ച് ചെയ്യുന്നുണ്ടോ? സ്റ്റെപ്പ് 3: കോമ്പറ്റീഷൻ. നമ്മുടെ എതിരാളികൾ ആരൊക്കെയാണ്? അവരുടെ പ്ലസ്സും മൈനസും എന്തൊക്കെയാണ്? പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ്: അവിടെ ബിസിനസ് തുടങ്ങാൻ എളുപ്പമാണോ? ലൈസൻസ്, സപ്ലയേഴ്സ് ഇതൊക്കെ പെട്ടെന്ന് കിട്ടോ? ഈ 4 കാര്യങ്ങളിലും നമുക്ക് വ്യക്തത വേണം. ശരി, നമ്മൾ അടിപൊളി ഒരു സ്ഥലം കണ്ടെത്തിയെന്ന് വെക്കുക. അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. അവിടത്തെ ആളുകളിലേക്ക്, നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതൊരു പരീക്ഷണമേ അല്ല. അപ്പോ അടുത്തതാണ്, എങ്ങനെ യഥാർത്ഥ കസ്റ്റമേഴ്സിലേക്ക് എത്താം? കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഈ ചോദ്യങ്ങളൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ. 1. നമ്മളെ ലക്ഷ്യം വെക്കുന്ന ആളുകള് ശരിക്കും അവിടെ ഉണ്ടോ? 2. അവരെങ്ങനെയാ സാധാരണ സാധനങ്ങൾ വാങ്ങുന്നത്? കടയിൽ പോയാണോ ഓൺലൈനിലാണോ? 3. അവരിലേക്കെത്താൻ ഏറ്റവും നല്ല വഴികൾ എന്തൊക്കെയാ? 4. ഓൺലൈനായും ഓഫ്ലൈനായും അവരുമായി കണക്ട് ചെയ്യാൻ പറ്റുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയ നമ്മുടെ പണി പകുതി കഴിഞ്ഞു. ഇപ്പോ ഈ ചാർട്ട് നോക്കിയേ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഓരോ മാർക്കറ്റും ഓരോ പോലെയാണ്. ചില സ്ഥലത്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് നല്ല റിസൾട്ട് കിട്ടും. വേറെ ചിലയിടത്ത് അവിടുത്തെ ലോക്കൽ പരിപാടികളിൽ പങ്കെടുത്താലായിരിക്കും ഗുണം. അപ്പോ സോഷ്യൽ മീഡിയ, SEO, കമ്മ്യൂണിറ്റി ഇവന്റ്സ്, ലോക്കൽ പാർട്ട്ണർഷിപ്സ് ഇതിന്റെയൊക്കെ ഒരു കറക്റ്റ് മിക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് വരാം. യാഥാർത്ഥ്യത്തെ ഒന്ന് നേരിടാം. അതായത് പൈസയുടെ കാര്യം. നമ്മുടെ കയ്യിൽ എത്ര നല്ല ഐഡിയ ഉണ്ടായിട്ടും കാര്യമില്ല, അത് നടപ്പിലാക്കാനുള്ള ക്യാഷ് വേണം. അപ്പോ ഈ പഠനത്തിനു വേണ്ടി നമുക്ക് പണം മുടക്കാൻ കഴിയുമോ? ഒരു പൈലറ്റ് മാർക്കറ്റിലിറങ്ങാനുള്ള ചെലവ് പലതിനെയും ആശ്രയിച്ചിരിക്കും. എങ്കിലും ഒരു ഉദാഹരണത്തിന് ഏകദേശം 40 ലക്ഷം രൂപ എന്ന് വെക്കാം. കണ്ടോ, ഇതൊരു ചെറിയ തുകയല്ല. അപ്പൊ മനസ്സിലായല്ലോ, ഇത് വെറുമൊരു കളിയല്ല. അതുകൊണ്ടുതന്നെ ഓരോ രൂപയും നമ്മൾ എണ്ണി ചെലവാക്കണം. പിന്നെ ബഡ്ജറ്റ് മാത്രമല്ല നോക്കേണ്ടത്, വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ലോജിസ്റ്റിക്സ്, അതായത് സാധനങ്ങൾ എങ്ങനെ കസ്റ്റമറുടെ കയ്യിലെത്തിക്കും? നമ്മുടെ സപ്ലൈ ചെയിൻ ഓക്കെയാണോ? അവിടെ നമ്മളെ സഹായിക്കാൻ ലോക്കൽ പാർട്ട്നേഴ്സ് ആരെങ്കിലും വേണോ?
ഈ ഓപ്പറേഷണൽ കാര്യങ്ങളിലും നമുക്കൊരു വ്യക്തമായ പ്ലാൻ വേണം. ശരി, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ ഈ ടെസ്റ്റ് വിജയിച്ചോ അതോ പൊട്ടിയോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? വെറുതെ തോന്നലിന് പറയാൻ പറ്റില്ലല്ലോ. അതിനാണ് നമ്മൾ വാലിഡേഷൻ മെട്രിക്സ് ഉപയോഗിക്കുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ ഐഡിയ വർക്ക് ആവുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ പറ്റുന്ന, കറക്റ്റായിട്ട് അളക്കാൻ പറ്റുന്ന ചില ലക്ഷ്യങ്ങൾ. അത്രയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഒരു ലക്ഷ്യം ഇതാണ്: പൈലറ്റ് ടെസ്റ്റ് സമയത്ത് കുറഞ്ഞത് 1000 കസ്റ്റമേഴ്സിനെ കിട്ടണം. ഇതൊരു ക്ലിയർ ടാർഗറ്റ് അല്ലേ? 1000 ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു ടാർഗറ്റ്: വരുമാനം. മിനിമം 20 ലക്ഷം രൂപയുടെ സെയിൽസ് എങ്കിലും നടക്കണം. ഈ നമ്പറുകൾ, അതായത് 1000 കസ്റ്റമേഴ്സ്, 20 ലക്ഷം വരുമാനം, ഇതൊക്കെ നമ്മുടെ പ്രോഡക്റ്റിന് മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ എന്നതിന്റെ തെളിവാണ്. അങ്ങനെ പൈലറ്റ് ടെസ്റ്റ് കഴിഞ്ഞു. അപ്പൊ നമ്മളൊരു കവലയിലെത്തിയതുപോലെയാണ്. വിജയം, പരാജയം, ഇനിയെന്ത്? കിട്ടിയ ഡാറ്റ വെച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കണം. ഇത് ഒന്നിന്റെയും അവസാനമല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിന്റെ തുടക്കമാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. പൈലറ്റ് ടെസ്റ്റിന്റെ ലക്ഷ്യം വെറുതെ വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല, വലിയ രീതിയിൽ വിജയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പഠിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ടെസ്റ്റ് പൊട്ടിയാലും അതൊരു നഷ്ടമല്ല. എന്തുകൊണ്ട് പൊട്ടി എന്നുള്ള വിലപ്പെട്ട വിവരം നമ്മുടെ കയ്യിലുണ്ടാവും. ആ അറിവ് വെച്ച് നമുക്ക് പ്രോഡക്റ്റ് നന്നാക്കി വീണ്ടും ശ്രമിക്കാം. സോ, പഠിക്കുക എന്നതാണ് ശരിക്കുള്ള ലക്ഷ്യം. ഇത് നോക്കൂ, ഇങ്ങനെയൊരു ടേബിൾ നമുക്ക് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാം. അതായത്, ഓരോ റിസൾട്ട് കിട്ടുമ്പോഴും എന്ത് ചെയ്യണമെന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാം. ഉദാഹരണത്തിന്, നമ്മൾ ടാർഗറ്റ് ചെയ്ത 1000 കസ്റ്റമേഴ്സിന് കിട്ടിയോ? വരുമാനം 20 ലക്ഷം കഴിഞ്ഞോ? എങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകാം, വികസിപ്പിക്കാം. ഇനി കസ്റ്റമർ ഫീഡ്ബാക്ക് മോശമാണെങ്കിലോ? പ്രോഡക്റ്റ് മെച്ചപ്പെടുത്തിയിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്യണം. ഇനി ഓരോ കസ്റ്റമറെ കിട്ടാനും ഒരുപാട് കാശ് ചെലവാകുന്നുണ്ടെങ്കിലോ? നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാറ്റണം. കണ്ടോ, എല്ലാം ക്ലിയറാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ മുന്നിലുള്ളത് രണ്ടേ വഴികളാണ്. പൈലറ്റ് വിജയിച്ചാൽ നമ്മുടെ വിപുലീകരണ പദ്ധതിയുമായി മുന്നോട്ടു പോകാം. ഇനി പരാജയപ്പെട്ടാലോ? കിട്ടിയ ഡേറ്റ നന്നായി പഠിച്ച് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി വീണ്ടും ശ്രമിക്കാം. സിമ്പിൾ. അപ്പോൾ നമ്മൾ തുടങ്ങിയ ആ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. വലുതായി വികസിപ്പിക്കുന്നതിന് മുൻപ് ടെസ്റ്റ് ചെയ്യാനും ഉറപ്പുവരുത്താനും പറ്റിയ സ്ഥലമാണോ ഇത്? ഈ ഒരൊറ്റ ചോദ്യം മതി. ഇതാണ് നിങ്ങൾ ഈ ചർച്ചയിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് തീരുമാനമെടുക്കുമ്പോഴും ഇത് സ്വയം ചോദിക്കുക. ഉറപ്പായിട്ടും ഇത് നിങ്ങളെ ശരിയായ വഴിക്ക് നയിക്കും. ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ ആദ്യത്തെ മാർക്കറ്റ് വെറുമൊരു ടെസ്റ്റല്ല. അത് നിങ്ങളുടെ കഥയുടെ, നിങ്ങളുടെ വിജയഗാഥയുടെ ആദ്യത്തെ ചാപ്റ്ററാണ്. ആ ആദ്യത്തെ അധ്യായം നിങ്ങൾ എത്രത്തോളം നന്നായി എഴുതുന്നുവോ അത്രയും ഗംഭീരമായിരിക്കും നിങ്ങളുടെ ബാക്കി കഥ. അപ്പോൾ നിങ്ങളുടെ കഥയുടെ ആദ്യ അധ്യായം, അതെങ്ങനെയായിരിക്കും നിങ്ങൾ തുടങ്ങാൻ പോകുന്നത്?